എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ് 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 21ാമത്തെ ചോദ്യമാണ്. ദി വെയിറ്റ് ഓഫ് 25 പീപ്പിൾ ആർ ഗിവൺ ബിലോ. 30 to 40 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണിത്. ഇത് വെയിറ്റ് 30 മുതൽ 40 വരെ വെയിറ്റ് ഉള്ള 2 പേര്, 40 മുതൽ 50 വരെ 4 പേര്, അങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടോട്ടൽ 25 കുട്ടികളുടെ വെയിറ്റ് ഗ്രൂപ്പ് ക്ലാസ് ഇൻട്രോലായിട്ട് തന്നിരിക്കുകയാണ്, പട്ടികയായിട്ട് തന്നിരിക്കുകയാണ്. ഇഫ് ദി പീപ്പിൾ ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ വെയിറ്റ്, ദി വെയിറ്റ് ഓഫ് പേഴ്സൺ ഇൻ വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദി മീഡിയൻ. എത്രാമത്തെ കുട്ടി, അതായത് ഈ 25 പേരെയും പൊക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ക്രമമായിട്ട് നിർത്തി കഴിഞ്ഞാൽ എത്രാമത്തെ കുട്ടിയുടെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്രമമായിട്ട് നിർത്തി കഴിഞ്ഞാൽ എത്രാമത്തെ കുട്ടിയുടെ വെയിറ്റ് ആണ് ഇതിന്റെ മീഡിയൻ ആയിട്ട് വരേണ്ടത്. ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് ദി 10th പേഴ്സൺ, 10ാമത്തെ കുട്ടിയുടെ വെയിറ്റ് എന്തായിരിക്കും. ഫൈൻഡ് ദി മീഡിയൻ വെയിറ്റ്. അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ മീഡിയൻ കാണുന്ന സ്റ്റെപ്പ് എഴുതി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി 3 ആൻസറും വരും. അപ്പോൾ നമ്മൾ ആ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, അതായത് സഞ്ചിതാവർത്തി പട്ടിക. അതായത് ബിലോ 40 2 പേര്, ബിലോ 50 അതായത് 40 താഴെ വെയിറ്റ് ഉള്ള 2 പേര്, 50 താഴെ വെയിറ്റ് ഉള്ള 4 2 6 പേര്, 60 താഴെ വെയിറ്റ് ഉള്ള 6 3 9 പേര്. അങ്ങനെ ഒരു ആവർത്തി പട്ടിക തയ്യാറാക്കണം. ഫ്രീക്വൻസി സഞ്ചിതാവർത്തി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്താ പറയുക. അപ്പോൾ വെയിറ്റ് ഇൻ കിലോഗ്രാം, അതിൻ്റെ ഹെഡിങ് അതുപോലെ തന്നെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ. പക്ഷേ വ്യത്യാസം ഇത് മാത്രമാണ്. ബിലോ 40 അതായത് ഈ അപ്പർ ലിമിറ്റിന് താഴെട്ട് ബിലോ 40, ബിലോ 50, ബിലോ 60, ബിലോ 70, ബിലോ 80, ബിലോ 90. ബിലോ 40 എത്ര വരും? 2 പേര്. കാരണം 30 40 ഇടയ്ക്ക് വെയിറ്റ് ഉള്ള 2 കുട്ടികൾ. അപ്പോൾ 40 താഴെ 2 പേരേ ഉള്ളൂ. 50 താഴെ എന്ന് പറയുമ്പോൾ ഈ 2 പേരും വരും, ഈ 4 പേരും വരും. ഇപ്പോൾ 4 2 6. 60 താഴെ എന്ന് പറയുമ്പോൾ അതിനോടെ 3 കൂടി കൂട്ടുക. 70 താഴെ എന്ന് പറയുമ്പോൾ അതിനോടെ 5 കൂടി കൂട്ടുക. 80 താഴെ എന്ന് പറയുമ്പോൾ 7 കൂടി കൂട്ടുക. അതായത് ഇങ്ങനെ കൂട്ടി എഴുതുക. അവസാനം 90 താഴെ നമ്മൾ ഇതെല്ലാം വരും, 25 പേര്. അപ്പൊ ഇങ്ങനെ ആവർത്തിച്ച് ഇത്ര എഴുതി വെക്കുന്നതിന് 1 മാർക്കാണ്. 2 അതായത് ബിലോ 40 2, ബിലോ 50 2 4 6, ബിലോ 60 6 3 9, ബിലോ 70 9 5 14, ബിലോ 80 14 7 21, ബിലോ 90 21 4 25 ഇങ്ങനെ കൂട്ടി എഴുതുക. അപ്പൊ നോക്കിയാൽ നമുക്ക് വേണ്ടത് എത്രാമത്തെ കുട്ടിയുടെയാണ്? മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ എന്ന് പറയുന്നത് ആകെ 25 പേരുണ്ടെങ്കിൽ ആ 25 പേര് വെയിറ്റിന്റെ ക്രമത്തിന് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നടുക്ക് വരുന്നതാണ് മീഡിയൻ. അപ്പൊ 25 പേരാണെങ്കിൽ നടുക്ക് വരുന്ന 25 + 1 26. 26ന്റെ പകുതി 13ാമത്തെ കുട്ടിയുടെ വെയിറ്റ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരും. അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു, അതായത് ഓഡ് നമ്പർ ആണ് ഇവിടെയുള്ള. അപ്പൊ 25 പേരുണ്ടെങ്കിൽ 25ന്റെ നടുക്ക് എന്ന് പറഞ്ഞാൽ 25 1 26, 26ന്റെ പകുതി 30th സ്കോർ. അപ്പൊ ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ ആയി. എത്രാമത്തെ കുട്ടിയുടെ വെയിറ്റ് ആണ് മീഡിയൻ ആയിട്ട് എടുക്കുക. അപ്പൊ മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത് 13th പൊസിഷൻ. അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു 13th സ്റ്റുഡന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത് 13th. ഇനി രണ്ടാമത്തെ പാർട്ട് ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് 10th പേഴ്സൺ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഈ 13th എവിടെയാ വരാൻ നോക്കിയേ. ഈ ആദ്യത്തെ 50 താഴെ 6 പേര്, 60 താഴെ 9 പേര്, 70 താഴെ 14 പേര്. അപ്പൊ 60 താഴെ 9 എന്ന് പറഞ്ഞാൽ 9 വരെ ഉള്ളവർ 60 താഴെയാണ്. 10ാമത്തെ മുതൽ 14ാമത്തെ വരെ ആരാണ്? 60നും 70നും ഇടയ്ക്ക് വരും. 10ാമത്തെ മുതൽ 14ാമത്തെ വരെ 60നും 70നും ഇടയ്ക്ക്. അതായത് 13ാമത്തെ ആള് വരേണ്ടത് ഈ 9നും 14നും ഇടയ്ക്കാണ്. ഇപ്പൊ 9നും 14നും ഇടയ്ക്ക് x13 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നതാണ് ഈ 60 70. അപ്പൊ 60 70 ആണ് മീഡിയൻ ക്ലാസ്. അത്രയും ക്ലിയർ ആയോ? അപ്പൊ 2 മാർക്കായി. എന്തൊക്കെയായി? എത്രാമത്തെ കുട്ടിയുടെയാണ് മീഡിയൻ വെയിറ്റ് ആയിട്ട് വരേണ്ടത്? 10ാമത്തെ കുട്ടിയുടെ മീഡിയൻ വെയിറ്റ് എത്രയാണ്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 60 70. അപ്പൊ 60നും 70നും ഇടയ്ക്കാണ് നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, ഇനി 60നും 70നും ഇടയ്ക്ക് ആണ് 13ാമത്തെ കുട്ടിയുടെ വരിക. എന്ന് പറഞ്ഞാൽ 10ാമത്തെ കുട്ടി 11ാമത്തെ 12ാമത്തെ അങ്ങനെ 14ാമത്തെ വരെ വരുമ്പോൾ 13ാമത്തെ ഇടയ്ക്കാണ് ഈ 13ാമത്തെ കുട്ടി വരേണ്ടത്. 60നും 70നും ഇടയ്ക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യും?
ഈ 60-70 എന്ന മീഡിയൻ ക്ലാസ് 60-70 5 പേരാ ഉള്ളത്. ഈ 5 പേരിൽ എത്ര ആര് വേണമെങ്കിലും വരാം, 13ാമത്തെ. അപ്പൊ അതിന് എളുപ്പവഴി എന്താന്ന് വെച്ചാൽ 60-70 എന്ന ക്ലാസ്സിനെ 5 തുല്യ ക്ലാസ്സുകളായിട്ട് വീതിച്ച് ഓരോ ക്ലാസ് ഓരോ കുട്ടിക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ 60-70 5 തുല്യ ക്ലാസ്സുകളായിട്ട് വീതിക്കാൻ എളുപ്പവഴി 60-70 എന്ന് പറഞ്ഞാൽ 10 ഇതിന്റെ വലിപ്പം. അപ്പൊ 10നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഡി എന്ന് പറയുന്നത് ഈ മീഡിയം ക്ലാസിന്റെ വലിപ്പം 70 60 കുറച്ചു, അതിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് തുല്യമായിട്ട് വീതിക്കുക. അപ്പോൾ 10/5 2 വീതമുള്ള ക്ലാസ്സുകൾ, അതിനാണ് നമ്മൾ ഡി എന്ന് എടുക്കുന്നത്. ഈ 2 വീതമുള്ള ക്ലാസ് ആയിട്ട് 60-70 ക്ലാസ്സിൽ തിരിക്കാൻ പോവാം. 60-70 2 വീതമുള്ള ക്ലാസ് ആയിട്ട് തിരിക്കുമ്പോൾ 60 62 62 64 64 66 66 68 68 അങ്ങനെ എക്സെട്ര ആയിട്ട് എഴുതിയാൽ മതി. അതായത് ആദ്യത്തെ ക്ലാസ്സിൽ അത് 9ാമത്തെ വരെ 60 താഴെയാണ്. അപ്പൊ 10ാമത്തെ കുട്ടിയുടെ വെയിറ്റ് വരേണ്ടത് ഈ 60-62 ക്ലാസ്സിലാണ്. അപ്പൊ 10ാമത്തെ കുട്ടിയുടെ വെയിറ്റ് എവിടെ വരും? 60-62 എന്ന ക്ലാസ്സിൽ. അതായത് 60-62 62 64 ഇങ്ങനെ പോകുന്ന ഈ ക്ലാസ്സിൽ 10ാമത്തെ കുട്ടിയുടെ വെയിറ്റ് വരേണ്ടത് ഈ 60-62. അതായത് ഈ ക്ലാസ്സിനെ 5 തുല്യ ക്ലാസ്സുകളാക്കി ഓരോ 1ാമത്തെ ക്ലാസ്സിൽ വരേണ്ട ആള് 9 കഴിഞ്ഞ് 10ാമത്തെ ആള്. അപ്പൊ x10, അതിന് നമുക്ക് x10 നോക്കാം. 10ാമത്തെ ടേം എന്നുള്ള അർത്ഥം x10 എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലാസിന്റെ ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ മിഡ് വാല്യൂ 60-ന്റെയും 62-ന്റെയും നടുക്കുള്ളത്. അപ്പൊ 60 + 62/2 അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് പറയുന്നത് ഈ 60ന്റെ കൂടെ ഡിയുടെ പകുതി കൂട്ടും. 60 + d/2 2ന്റെ പകുതി 1. അപ്പൊ 60 + 1 60 എന്ന് പറഞ്ഞാൽ 60-62 ക്ലാസിന്റെ നടുക്കുള്ള വിലയാണ്. അപ്പൊ 60-62ന്റെ നടുക്കുള്ള 61. എളുപ്പവഴിയിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് എളുപ്പവഴി കണ്ടുപിടിക്കുന്നതാണ് ഡിയുടെ പകുതി, അതായത് 2ന്റെ പകുതി 1 60ന്റെ കൂടെ കൂട്ടുക 60 എത്തുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പാർട്ട്. ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് 10th person വെയിറ്റ് 61 കിലോഗ്രാം എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട മീഡിയൻ എത്രാമത്തെയാണ്? 13ാമത്തെ. അപ്പൊ 10ാമത്തെ അറിയാം, കോമൺ ഡിഫറൻസ് 2 ആണ്. 13ാമത്തെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10ാമത്തെ അറിയെങ്കിൽ 13ാമത്തെ അവിടെ എന്ത് ചെയ്യണം? 10 + 3 ആണ് മതി. അപ്പൊ 3 ടേം മുമ്പോട്ട് പോകണം. 3 ടേം മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാല് x13 എന്നുണ്ട്. ഇപ്പൊ 3 ഡി കൂട്ടണം. 3 ടേം മുമ്പോട്ട് പോകണമെങ്കിൽ കോമൺ ഡിഫറൻസ് 3 പ്രാവശ്യം കൂട്ടണം. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു x13 ആണ് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ആ x13 എന്നുണ്ട് x10 നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ x10 + 3d 10ഉം 3ഉം ആണ് 13. അപ്പോൾ 10ാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് 3 പ്രാവശ്യം കൂട്ടിയാൽ 13ാമത്തെ ടേം കിട്ടും. അപ്പൊ 61 + 3 × 2 അതായത് 61 + 6 67 കിലോഗ്രാം ആണ് എന്ന് പറയുന്നത് മീഡിയൻ വെയിറ്റ്. കാര്യം മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ചെയ്യേണ്ടത്. 5 മാർക്ക്. ചിലപ്പോൾ ഇത് 5 മാർക്കിന്റെ ആയി ചോദിക്കാറ്. മോഡൽ പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെയാണ് ചോദിച്ചത്. അപ്പോൾ ഈ മീഡിയൻ കാണാനുള്ള സ്റ്റെപ്പ് അങ്ങ് എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ എല്ലാം വരും, ഈ ആൻസർ എല്ലാം വരും. എത്രാമത്തെ കുട്ടിയുടെയാണ്, അതായത് മീഡിയൻ എത്രാമത്തെയാണ്, 10ാമത്തെ കുട്ടിയുടെ എത്രാമത്തെ ആയിട്ട് വരും, മീഡിയൻ എത്ര, അങ്ങനെയായിരുന്നു അതിൽ ചോദ്യം. അപ്പോൾ ആ മീഡിയൻ കാണാനുള്ള സ്റ്റെപ്പിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു പഠിക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും ചെയ്തു പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ് 7 cm ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ മെഷർ ഇറ്റ്സ് ഇൻ റേഡിയസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും സാധാരണ ചോദിക്കാറുണ്ട്. സർക്കിള്, ഒരു ട്രയാംഗിൾ എന്നിട്ട് അതിന്റെ ഇൻ സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ അത് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഇതിപ്പോ 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻ സർക്കിൾ വരയ്ക്കാൻ എളുപ്പവഴി എന്ന ഡ്രോ ആൻ ഈക്വലാറ്ററൽ ട്രയാംഗിൾ വളരെ എളുപ്പമുള്ള ചോദിച്ചിരിക്കുന്നത്. ഈക്വലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ 7 cm വശമുള്ള ഒരു ലൈൻ വരയ്ക്കുക. 7 cm ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ 7 cm തന്നെ ഇവിടെ നിന്ന് എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നും അതേ 7 cm ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതേ 3ാമത്തെ വെർട്ടെക്സ് കിട്ടി, ജോയിൻ ചെയ്യുക. ഈക്വലാറ്ററൽ ട്രയാംഗിൾ ആയി. അപ്പൊ ഈ ഈക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഇൻ സർക്കിൾ വരയ്ക്കണം. ഇൻ സർക്കിൾ വരയ്ക്കണേ എന്ത് വേണം? ആ ഇൻ സെന്റർ കണ്ടുപിടിക്കുക. ഇൻ സെന്റർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും 2 ആംഗിളിന്റെ ബൈസെക്ട് വരയ്ക്കുക. അപ്പോൾ അതിന്റെ ഈ ആംഗിളിന്റെ ബൈസെക്ട് വരച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ കുത്തിയ ഒരു ആർക്ക് അതേ അളവിൽ ഇവിടെ നിന്ന് മറ്റൊരു ആർക്ക്, കണ്ടോ, ഇതുപോലെ കിട്ടി. അതായത് ഒരു ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റിൽ കുത്തിയ ഒരു ആർക്ക് അതേ അളവിൽ ഇവിടെ നിന്ന് ഒരു ആർക്ക് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിളിന്റെ ബൈസെക്ടർ കിട്ടി. അതുപോലെ അടുത്ത ആംഗിളിന്റെ ബൈസെക്ടർ ഇതേ പൊസിഷനിൽ തന്നെ വരയ്ക്കുക. കേട്ടോ, ഒരു ഇഷ്ടമുള്ള അളവിൽ ആർക്ക് വരച്ചു.
ഇവിടെ നിന്ന് ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് അതേ അളവിൽ ഇവിടെ നിന്ന് വരയ്ക്കുക, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാർക്ക് ചെയ്യുക, കൂട്ടി വരയ്ക്കുക. ആ രണ്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആയിരിക്കും ഇൻ സെന്റർ ഓർ സെന്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്. പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ദാ ഇവിടെ കുത്തിയിട്ട് ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ 2 പോയിന്റ് കിട്ടും. ഈ 2 പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് 2 ആർക്ക് കട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ദാ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും, കൂട്ടി വരയ്ക്കുക. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ ഇത് റേഡിയസ് ആയിട്ട് സർക്കിളും വരച്ചു. അപ്പോൾ 3 സൈഡിനെ ടച്ച് ചെയ്യുന്നത്, അതായത് ഇതിന് ഇൻ സർക്കിൾ എന്ന് പറയും. അപ്പോൾ ഈക്വൽ ആയിട്ട് ട്രയാങ്കിളിന്റെ ഇൻ സർക്കിൾ. സർക്കം സർക്കിൾ ആണെങ്കിൽ 3 വെർട്ടെക്സുകളിലൂടെ കടന്നു പോകുന്നതാണ്. ഇവിടെ ഇൻ സർക്കിൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ചില കേസിൽ ഡ്രോ ഇൻ സർക്കിൾ ആൻഡ് സർക്കം സർക്കിൾ ഓഫ് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിലും സെന്റർ ഇത് തന്നെയാണ്. സെന്റർ നിർത്തി 2 സർക്കിൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു സർക്കിളെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ റേഡിയസ് ആണെന്ന് എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ വരച്ച റേഡിയസ് ഇത് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്ത് 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചിലർ മെഷർ ചെയ്ത് എഴുതാൻ മറന്നു പോകും, അതുകൊണ്ട് 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് മറന്നു പോകാതെ കൃത്യമായിട്ട് റേഡിയസും കൂടി എഴുതി വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ദി ഫിഗർ എ ബി ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. എ ബി എന്ന് പറയുന്ന സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ആണ്. ഒ പി 4 സെന്റിമീറ്റർ ആണ്. ഒ പി എന്ന് പറയുന്നത് ഇത്രയും 4 സെന്റിമീറ്റർ ആണ് ഒ പി. അതുപോലെ ഒ എ പി എന്ന് പറയുന്ന ആംഗിൾ, ഒ എ പി എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് എ ആംഗിൾ ഒ എ പി. ഒ എ പി എന്ന ആംഗിൾ എത്രയാണ്? എത്രയാണ് ഒ എ പി? ഇത് ടാൻജന്റ് ആണ്, ഇത് ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്ററിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ടാൻജന്റ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ ഇതാണ്, ആംഗിൾ ഒ എ പി ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ഒ എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കാരണം റേഡിയസ് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്. അടുത്ത സെക്കൻഡ് പാർട്ട് എന്താണ്? റേഡിയസ് ഒ എ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് 30 ഡിഗ്രി. അപ്പൊ ഇത് എത്ര വരും? 60. ഇത് 90 ആണെന്ന് കിട്ടി. അപ്പൊ ഇത് 60. അപ്പൊ 30, 60, 90 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ട്വൈസ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് വരിക. അപ്പൊ ഇത് 4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. ഇത് 4 ആണ്. അത് കാരണം 4 ആയതുകൊണ്ട് റേഡിയസ് 4ന്റെ പകുതി 2. അപ്പോ ഒ എ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ കിട്ടും. ഇനി ഒ ബി ചോദിച്ചിട്ടുണ്ട്. ഒ ബി അപ്പൊ എന്ത് വരും? ഒ എ തന്നെയാണ് ഒ ബി. കാരണം ഇത് റേഡിയസ്, ഇത് റേഡിയസ്. അപ്പൊ ഇത് 2 ആവുമ്പോ ഇത് 2. ഇനി നോക്കിക്കേ, നമുക്ക് ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ക്യൂ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ക്യൂ ബി എന്ന് പറയുന്നത് അതെ ഇത്. അപ്പൊ അത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് 90 ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ ഇത് 60 ആണെന്നറിയാം. കാരണം 30, 90, 60 ആകുമ്പോൾ അപ്പൊ ഇതും 60 വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ ഇത് 60 ആകുമ്പോ ഇത് 90, ഇത് 60. അപ്പൊ ഇത് 30 വരും. അപ്പൊ 30, 60, 90 വരുന്ന മറ്റൊരു ട്രയാങ്കിൾ ആണിത്. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2 ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് 60 ആയതുകൊണ്ട് ഇത് 60, ഇത് 90, ഇത് 30. കാരണം 60, 90, 30 അതേ ആംഗിൾ, 30, 60, 90 ആംഗിൾസ് ആണ് ഈ ഒ ക്യൂ ബി എന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആയിട്ട് വരിക. അങ്ങനെ 30, 60, 90 ആവുമ്പോൾ ഇവിടെ ഒ ബി എന്ന് പറയുന്ന 2 യൂണിറ്റ് ആണ് കിട്ടിയിട്ടുണ്ട്. ഒ ബി 2 ആവുമ്പോൾ ഇത് 30-നെതിരെയുള്ള 2ന്റെ പകുതി 1 യൂണിറ്റ് ആണ്. അതുപോലെ ബി ക്യു എന്ന് പറയുന്നത് √3 യൂണിറ്റ് വരും. അപ്പോൾ 1:√3:2. അപ്പോൾ ഇവിടെ ഒ ക്യു എന്ന് പറയുന്നത് 1 യൂണിറ്റും ബി ക്യു ഈക്വൽ ടു √3 യൂണിറ്റ് എന്ന് കിട്ടും. ഒ ക്യു എന്ന് പറഞ്ഞാൽ ഈ നീളം 1 യൂണിറ്റ്, ബി ക്യു √3 യൂണിറ്റ്. അപ്പോൾ ഇത് ഇടത്തേക്ക് ആയതുകൊണ്ട് ഇത് -1 വരും, മുകളിലേക്ക് ആയതുകൊണ്ട് +√3. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് -1√3. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് -1, കാരണം ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ടാണ്, മുകളിലേക്ക് ആയതുകൊണ്ട് +√3. അപ്പോ -1√3 എന്നുള്ളതാണ് ഏതിന്റെ കോർഡിനേറ്റ്? ബിയുടെ കോർഡിനേറ്റ്. ഇതാണ് 22ാമത്തെ ചോദ്യം. ക്ലിയർ ആയ പറഞ്ഞത്? അടുത്ത ചോദ്യം, കൺസിഡർ ദി സീക്വൻസ് 6, 11, 16, 21 എക്സെട്ര, 7, 13, 19, 25 എക്സെട്ര. ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ് എന്താണ്? ഡിഫറൻസ് ഓഫ് ഫിഫ്ത്ത് ടേംസ് ഓഫ് ദി സീക്വൻസ് എന്താണ്? ഡിഫറൻസ് ഓഫ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്താണ്? What is the difference between the 40th terms of the two sequence with algebraic forms 5n + 1
ആൻഡ് 6n+1. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 24ാമത്തെ ചോദ്യം. അപ്പോൾ നോക്കിയേ, ചോദ്യം ഇതാണ്. 2 സീക്വൻസ് തന്നിട്ടുണ്ട്. 6, 11, 6 × 11, 15, 16, 16, 5, 21 എക്സെട്ര. 7, 6, 13, 13, 6, 19, 19, 6, 25 എക്സെട്ര. 2 അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ആദ്യത്തിന്റെ കോമൺ ഡിഫറൻസ് 5 ആണ്, രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ചോദ്യം ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ടേം 6 ആണ്, ഇതിലെ ഫസ്റ്റ് ടേം 7 ആണ്. അതിന്റെ ഡിഫറൻസ് എത്രയാണ്? അപ്പൊ 7 - 6 എത്ര വരും? ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് ടേം ഈസ് 7 - 6, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫിഫ്ത്ത് ടേം. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ ഡിഫറൻസ് 1 കിട്ടി. സെക്കൻഡ് ടേമിന്റെ ഡിഫറൻസ് 11 - 11 13 തമ്മിലുള്ള ഡിഫറൻസ് 2, 16 19 തമ്മിലുള്ള ഡിഫറൻസ് 3, 21 25 തമ്മിലുള്ള ഡിഫറൻസ് 4. അപ്പൊ ഫിഫ്ത്ത് ടേം തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 5 വരും. അപ്പൊ നോക്കിക്കേ, ഡിഫറൻസ് ഓഫ് സെക്കൻഡ് ടേം 2, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 2, തേർഡ് ടേം 3, ഫോർത്ത് ടേം 4. അപ്പൊ ഡിഫറൻസ് ഓഫ് ഫിഫ്ത്ത് ടേം ആണ് നമ്മളോട് ചോദിച്ചത്. ഡിഫറൻസ് ഓഫ് ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതാണ് സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ട് 1 മാർക്ക്, സെക്കൻഡ് പാർട്ട് 1 മാർക്ക്. ഒരു ആദ്യത്തെ ടേം തമ്മിലുള്ള ഡിഫറൻസ് 1, രണ്ടാമത്തെ ടേം തമ്മിലുള്ള ഡിഫറൻസ് 2, മൂന്നാമത്തെ ടേം തമ്മിലുള്ള ഡിഫറൻസ് 3, അങ്ങനെ അഞ്ചാമത്തെ ടേം തമ്മിലുള്ള ഡിഫറൻസ് 5. അടുത്ത പാർട്ട് എന്താണെന്ന് നോക്കിയേ, ഡിഫറൻസ് ഓഫ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദീസ് സീക്വൻസ്. അതിൽ ആദ്യത്തെ സീക്വൻസിന്റെ 20 ടേംസിന്റെ സമ്മും രണ്ടാമത്തെ സീക്വൻസിന്റെ 20 ടേംസിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അപ്പൊ അതിൽ ഏറ്റവും എളുപ്പവഴി ഒന്നാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, രണ്ടാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്, മൂന്നാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ 20ാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 20. അപ്പൊ ആ ഡിഫറൻസ് സം ഓഫ് 20 ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് ആഡ് ചെയ്താൽ മതി. 1 + 2 +, അതായത് ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് സെക്കൻഡ് ടേം തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് തേർഡ് ടേം തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് എക്സെട്ര പ്ലസ് 20th ടേം തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 1 + 2 + 3 + എക്സെട്ര പ്ലസ് 20. അല്ലാതെ നമ്മൾ ഈ 20 ടേംസിന്റെ സം കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. 1 + 2 + 3 + എക്സെട്ര പ്ലസ് 20. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം n × n+1/2 എന്ത് വരും നോക്കിയേ. 20 ടേംസ് ആണ് ഇവിടെയുള്ള 20/2 × 20 + 1. അപ്പോൾ 20/2 എന്ന് പറഞ്ഞാൽ 10, 10 × 21, ദാറ്റ് ഈസ് 210. മറ്റേ രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും. കുറച്ചുകൂടെ ലെങ്തി ആവുന്നു മാത്രം. ഇതിന്റെ 20 ടേം എടുക്കുക, സം കാണുക, ഇതിന്റെ 20 ടേം എടുക്കുക, സം കാണുക, ഡിഫറൻസ് എടുക്കുക, അപ്പോഴും 210 കിട്ടും. എളുപ്പം എത്ര ആണ്? കാരണം ഒന്നാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, രണ്ടാമത്തെ 2, മൂന്നാമത്തെ 3. അപ്പൊ അങ്ങനെ 20ാമത്തെ 20. അപ്പോൾ 1 + 2 + 3 + എക്സെട്ര പ്ലസ് 20 എന്ന് പറയുന്നതാണ് 20 ടേംസിന്റെ സമ്മിന്റെ ഡിഫറൻസ്. അപ്പോൾ 210 എന്ന് ആൻസർ കിട്ടും. ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്. എന്താണ്? 10th ടേംസ്, അതായത് 2 സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോംസ് തന്നിട്ടുണ്ട്. ശരിക്കും ഇത് 5n+1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് സീക്വൻസാ, 6n+1 എന്ന് പറഞ്ഞ സെക്കൻഡ് സീക്വൻസാ. അപ്പോൾ ഈ സീക്വൻസിന്റെ nth ടേംസ് തന്നു കഴിഞ്ഞാൽ അവയുടെ 40th ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, 40ാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കും. 40ാമത്തെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ആദ്യത്തെ സീക്വൻസിന്റെ 40ാമത്തെ ടേം, അതായത് 5n+1ന്റെ 40ാമത്തെ ടേം എന്ന് പറയുന്നത് n-ന്റെ സ്ഥാനത്ത് 40 കൊടുത്താൽ മതി. 5 × 40 + 1, 5 × 40 200, 200 + 1 201. അപ്പോൾ 40th ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ്, ആൾജിബ്രിക് ഫോം 5n+1 ഉള്ള സീക്വൻസിന്റെ 40th ടേം എന്ന് പറയുന്നത് 5n+1 എന്ന് പറഞ്ഞാൽ 5 × 40 + 1. അതുപോലെ അടുത്ത സീക്വൻസ് ആണെങ്കിലോ 40th ടേം എന്ന് പറഞ്ഞാൽ 6 × 40 + 1 എത്ര കിട്ടും നോക്കിയേ? 241. ഇത് നമ്മളുടെ ഡിഫറൻസ് ചോദിച്ചിരിക്കുക. ഡിഫറൻസ് എത്ര വരും നോക്കിയേ? 40 വരും. അതായത് ശരിക്കും ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം ആണിത്, ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം ആണ് ഇത്. അപ്പൊ ഇതിന്റെ 40th ടേം നമ്മളുടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം നമ്മളുടെ ഡിഫറൻസ് 1, സെക്കൻഡ് ടേം 2, തേർഡ് ടേം 3, അങ്ങനെ പോയി 40th ടേം തമ്മിലുള്ള ഡിഫറൻസ് 40. അങ്ങനെ എടുത്താലും ശരിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഒരു രണ്ടാവർത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യമാണ്, 24ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.